പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. രാവിലെ സൂമിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സന്നിഹിതരായിരിക്കുന്ന കർത്തൃദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് സമയം ഒട്ടും കളയാതെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ തുടങ്ങി വെച്ച വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഫിൽഡ് വിത്ത് ദ ഫുൾനെസ് ഓഫ് ഗാഡ് എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ എല്ലാ നിറവിലും നാം നിറഞ്ഞവരാകുക. നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അതാകുന്നു, ദൈവത്തിന്റെ എല്ലാ നിറവിലും നാം നിറഞ്ഞവരാകുക. ഈ വിഷയത്തിന്റെ പഠനത്തിനു വേണ്ടി നാം സമീപിച്ചത് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് പൗലോസിന്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയിലെ വാചകമാണ് നമ്മൾ സമീപിച്ചത്. 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യമാണ് പൗലോസിന്റെ പ്രാർത്ഥന. അതിൽ 19-ാമത്തെ വാക്യം, അതിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവർത്തിക്കാൻ സമയമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, ദൈവത്തിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഗുണസവിശേഷതകൾ എന്നാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രനോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരോട് സദൃശമാകുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ ഗുണസവിശേഷതകൾ യേശുക്രിസ്തുവിൽ ഉണ്ട് എന്ന് നാം കണ്ടു. ആ യേശുക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ ഗുണസവിശേഷതകളിൽ ആർജിക്കാൻ കഴിയുന്ന ഗുണസവിശേഷതകൾ നാം ആർജിച്ചെടുക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ എല്ലാ നിറവിലും നിറഞ്ഞവരായി തീരുന്നതെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. സ്തോത്രം. അതിന് നാം ദൈവത്തിന്റെ എല്ലാ നിറവിലേക്കും നിറഞ്ഞവരായി തീരണമെങ്കിൽ പൗലോസ് 4 പ്രാർത്ഥനാ വിഷയങ്ങളാണ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അതിൽ ആദ്യത്തെ 3 പ്രാർത്ഥനാ വിഷയങ്ങൾ നാം കണ്ടു. 1, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. സ്തോത്രം. 2, ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. 3, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അറിയണം. അപ്പോൾ നാം ദൈവത്തിന്റെ എല്ലാ നിറവിലും നിറഞ്ഞവരാകണമെങ്കിൽ ഈ ആദ്യത്തെ 3 കാര്യങ്ങളിൽ നാം ജയിച്ചാൽ മാത്രമേ, അത് പ്രാപിച്ചാൽ മാത്രമേ, അതിനെ കണക്ട് ചെയ്താണ് 4-ാമത്തെ വിഷയം പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ച് നാം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ എല്ലാ നിറവിലും നിറഞ്ഞവരായി ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. കഴിഞ്ഞ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണെങ്കിലേ നമുക്ക് ഈ ക്ലാസ് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പൗലോസിന്റെ 4 പ്രാർത്ഥനകളിലെ 1-ാമത്തെ വിഷയം നമ്മളൊന്ന് തുടങ്ങി വെക്കുകയാണ്. സ്തോത്രം. എന്തായിരുന്നു 1-ാമത്തെ വിഷയം? നമുക്ക് 16-ാം വാക്യം ശ്രദ്ധിക്കാം. അവൻ തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. സ്തോത്രം. ഇവിടെ ഒരു ശക്തീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്ന ശക്തീകരണം പുറത്തെ മനുഷ്യന്റെ ശക്തീകരണമല്ല, അകത്തെ മനുഷ്യന്റെ ശക്തീകരണമാണ്. സ്തോത്രം. വേദപുസ്തകത്തിലെ ഒരു പ്രധാന വിഷയം തന്നെയാണ് ഇന്നർ മാൻ എന്നുള്ള വിഷയം. നമ്മുടെ പുറത്തൊരു മനുഷ്യനുള്ളത് പോലെ തന്നെ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. സ്തോത്രം. ഇവിടെ പറയുന്ന ഈ ശക്തീകരണം ബാഹ്യമായ ഏതെങ്കിലും കാര്യത്തെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, പകരം അകത്തെ മനുഷ്യന്റെ ശക്തിപ്പെടലിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. അകത്തെ മനുഷ്യൻ ബലഹീനനായിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ, അകത്തെ മനുഷ്യൻ ബലഹീനനായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, സ്തോത്രം, എപ്പോഴും വീണു പോകുന്നൊരവസ്ഥയിൽ, എപ്പോഴും ദൈവകൃപയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, ആത്മിക തലങ്ങളിൽ നിന്നൊക്കെ വീണു പോകുന്നൊരവസ്ഥയിലൂടെ ആയിരിക്കും നാം സഞ്ചരിക്കപ്പെടുന്നത്. സ്തോത്രം. ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ എല്ലാ നിറവിലുമുള്ള ആ നിറവ്
നമുക്ക് പ്രാപിക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്തോത്രം. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമുക്ക് അനുരൂപരാകുവാൻ കഴിയില്ല എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ അവന്റെ നിറവിൽ, എല്ലാ നിറവിലും നിറഞ്ഞവരാകണമെങ്കിൽ ഈ വീണു പോകുന്ന ഒരവസ്ഥയിലല്ല, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടേ മതിയാകൂ. സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ പൗലോസ് ഒരു പ്രത്യേക പദപ്രയോഗം 14-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 4:14 എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. എഫെസോസിലെ വിശ്വാസികളുടെ അവസ്ഥയാണ് പറയുന്നത്. അവരുടെ അകത്തെ മനുഷ്യരിലെ ബലക്കുറവാണ് ഇവിടെ പറയുന്നത്. അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, അവര് ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ ഉഴലുന്ന ശിശുക്കളെ പോലെയാണ് ഇപ്പോൾ. ഓരോ ഉപദേശം വരുമ്പോൾ അങ്ങോട്ട് ചായും ഇങ്ങോട്ട് ചായും, അവർക്കൊരു സ്റ്റേബിളായ അനുഭവമില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ ഓരോ അലട്ടലുകൾ വരുമ്പോൾ ആ അലട്ടലുകളുടെ മുമ്പിൽ ഉറപ്പില്ലാതെ, ആ അലട്ടുകളുടെ മുമ്പിൽ വീണുപോകുന്ന അനുഭവത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ നമുക്ക് കഴിയുകയില്ല. സ്തോത്രം. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ നിറയണമെങ്കിൽ, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റു പലർക്കും കാണത്തക്ക രീതിയിൽ പ്രകാശിപ്പിക്കണമെങ്കിൽ, സ്തോത്രം, അതുവഴി നിരവധി ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ കഴിയണമെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഒരു ശക്തിപ്പെടൽ നമുക്ക് അനിവാര്യമാണ്. ഒരു ശക്തിപ്പെടൽ നമുക്ക് അത്യാവശ്യമാണ്. അത് നമ്മുടെ അകത്തെ മനുഷ്യനിൽ സംഭവിക്കണം എന്നുള്ളതാണ് പൗലോസ്ലീഹ എഫെസോസിലെ വിശ്വാസികളോട് പറയുന്നത്. സ്തോത്രം. ഇവിടെ ഈ ശക്തിപ്പെടുക എന്നതുകൊണ്ട് അർത്ഥവത്താക്കുന്നത് എന്താണ്? ശക്തിപ്പെടുക എന്നതുകൊണ്ട് അർത്ഥവത്താക്കുന്നത്, സ്തോത്രം, ബാഹ്യമായി കുറെ കൂടെ ഒന്ന് ഉത്സാഹിക്കണം, കുറെ കൂടെ ഒന്ന് പ്രവർത്തിക്കണം, കുറെ കൂടെ ഓടണം, ഇങ്ങനെ കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല ശക്തിപ്പെടുക എന്നുള്ള ഈ പ്രയോഗം പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. സ്തോത്രം. പിന്നെ ശക്തിപ്പെടുക എന്നുള്ള പ്രയോഗം നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട വിഷയമാണ്, അകത്തെ മനുഷ്യനിൽ സംഭവിക്കേണ്ട കാര്യമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. സ്തോത്രം. ശക്തിപ്പെടലിന് ഈ ഭക്ഷണം, വളർച്ച തുടങ്ങിയവയുമായി ബന്ധമുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്ന ശക്തിപ്പെടലിന്, സ്തോത്രം, നമ്മൾ തിരുവെടുത്ത് പഠിച്ചാൽ അത് ബാഹ്യമാണെങ്കിലും ആന്തരികമാണെങ്കിലും ശക്തിപ്പെടലിന് ഭക്ഷണവുമായും വളർച്ചയുമായും ബന്ധമുണ്ട്. സ്തോത്രം. ഞാൻ ഭാഗ്യമായ ചില ശക്തിപ്പെടലും അപ്പോൾ തന്നെ ആന്തരികമായ ചില ശക്തിപ്പെടലുകളും ചൂണ്ടിക്കാണിക്കാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, ശൗലിന്റെ മാനസാന്തരവുമായി ബന്ധപ്പെട്ട്, സ്തോത്രം, ശൗൽ ദമസ്കോസിലേക്ക് ചെന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ വീണു. അനന്യാസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യമാണ്. കാഴ്ച പ്രാപിച്ചു, അവൻ എഴുന്നേറ്റു, സ്നാനമേറ്റു. അടുത്ത പദം ശ്രദ്ധിച്ച്, ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. കണ്ടോ, ഇവിടെ ഭക്ഷണവും, അത് എങ്ങനെയാണ് ശക്തിപ്പെട്ടത്? ഭക്ഷണത്തിലൂടെയാണ് ശക്തിപ്പെട്ടത്. അതൊരു ഭാഗ്യമായിട്ടുള്ള ശക്തിപ്പെടലിനെ കുറിച്ചായിരിക്കാം പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആകാരവും വളർച്ചയുമായി ശക്തിപ്പെടലിന് വലിയ ബന്ധം ഉള്ളതായി തിരുവെടുത്ത് പറയുന്നു. സ്തോത്രം. അപ്പോൾ ഇത് പൗലോസിന്റെ മാനസാന്തരത്തിന് ശേഷം അദ്ദേഹം സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യമാണ് പറഞ്ഞത്. താൻ ആകാരം കഴിച്ച് ശക്തിപ്പെട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. കൂടാതെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നാൽ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 80-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. ലൂക്കോസ് 1:80 യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള ഒരു പരാമർശം നമുക്ക് കാണാം. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. എന്താണ് യോഹന്നാനെ കുറിച്ച് പറയുന്നത്?
പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. സ്തോത്രം. ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. സ്തോത്രം. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്. യോഹന്നാന്റെ മേൽ വെളിപ്പെട്ടു വന്ന ആ വളർച്ചയുടെ പിൻപിൽ ഒരു ശക്തീകരണം ഉണ്ടായി. അത് ആത്മാവിലുള്ള ബലപ്പെടലായിരുന്നു. അപ്പം ആത്മാവിൽ ഉള്ള ബലപ്പെടലാണ് പൈതലിന്റെ വളർച്ചയ്ക്ക് മുഖാന്തരമാക്കിയത്. അപ്പോൾ ഇവിടെ നോക്കിയേ, വളർച്ചയും ശക്തിയും കൂടെ ഒരുമിച്ച് വന്നത് കണ്ടോ? സ്തോത്രം. അപ്പം ഒരു കാര്യം വ്യക്തമാണ്. സ്തോത്രം. ഇവിടെ പൈതൽ വളർന്നിരിക്കുന്നത് സ്വാഭാവികമായൊരു വളർച്ചയല്ല, ആത്മാവ് അവനെ വളർത്തിയതാണെന്നുള്ളതിൽ തർക്കമില്ല. സ്തോത്രം. ആത്മാവ് അവനെ ബലപ്പെടുത്തി ശക്തീകരിച്ചുകൊണ്ട് അവനെ വളർത്തിയെടുക്കുന്നതായിട്ടാണ് യോഹന്നാനോടുള്ള ബന്ധത്തിൽ പറയുന്നത്. സ്തോത്രം. ഇനി 1 കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായി ഒരു കാര്യം സൂചിപ്പിക്കുന്നു. സ്തോത്രം. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ എന്നാണ് പറയുന്നത്. കണ്ടോ ആ പദം ശ്രദ്ധിച്ച്? സ്തോത്രം. പുരുഷത്വം കാണിക്കാൻ കൊരിന്ത്യ വിശ്വാസികളോട് പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ പുരുഷത്വം കാണിച്ചിട്ട് എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഇവിടെ ഈ പുരുഷത്വം കാണിക്കുക എന്ന് പറയുന്നത് സ്പിരിച്വൽ മച്യൂരിറ്റിയെ കാണിക്കുന്നതാണ്, ആത്മീക പക്വതയെ കാണിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ആത്മീക പക്വതയിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ ശക്തിപ്പെടണമെന്നാണ് പറയുന്നത്. ഇത് ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. സ്തോത്രം. അത് ഉള്ളിലെ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സ്തോത്രം. നോക്കിക്കേ, അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ ചില വാക്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിന്റെ കാര്യം, ഈ ശക്തിപ്പെടുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഈ വാക്യങ്ങൾ ക്രോഡീകരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിലേക്ക് വരികയാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ, സ്തോത്രം, അവിടെ ഒരു പദപ്രയോഗമുണ്ട്. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകനാകും. ഇവിടെ പറയുന്നത്, തിമോഥെയോസേ, ക്രിസ്തുവേശുവിന്റെ ഒരു നല്ല ശുശ്രൂഷകനായി നീ ശക്തിപ്പെടണമെങ്കിൽ നിനക്ക് പോഷണം ലഭിക്കണം. എന്തിനാൽ പോഷണം ലഭിക്കണം? വചനത്താൽ നിനക്ക് പോഷണം ലഭിക്കണം. ഇന്നിപ്പോ പലയിടത്തും വചനമൊന്നുമില്ല, ശുശ്രൂഷകരായിട്ടാണ്. കുഞ്ഞെ, നല്ലൊരു ശുശ്രൂഷകനായി ശക്തിപ്പെടണമെങ്കിൽ വചനത്താൽ പോഷണം ലഭിച്ചാലേ നീ ഒരു നല്ല ശുശ്രൂഷകനായി വളർച്ച പ്രാപിക്കൂ. കണ്ടോ, ഇവിടെ ഈ പോഷണം എന്ന് പറയുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട, പക്ഷെ ഇവിടെ പറഞ്ഞ ഭാഗ്യമായ ഒരു ഭക്ഷണത്തിന്റെ കാര്യമല്ല. അകത്തെ മനുഷ്യനിൽ വചനം കൊണ്ടുള്ള പോഷണം ലഭിച്ചാൽ മാത്രമേ ഒരു വളർച്ച ഉണ്ടായിട്ട് ശക്തനായ ഒരു ശുശ്രൂഷകനായി നിനക്ക് മാറാൻ കഴിയൂ എന്നുള്ള പ്രബോധനമാണ് പൗലോസ് തിമോഥെയോസിന് വ്യക്തമായി കൈമാറുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ശക്തിപ്പെടൽ ആത്മീക വളർച്ചയുമായി ബന്ധപ്പെട്ടാണ്. സ്തോത്രം. ആത്മീക വളർച്ചയുമായി ബന്ധപ്പെട്ടാണ്. സ്തോത്രം. കൂടാതെ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നു. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ, സ്തോത്രം, 1-ാം അധ്യായത്തിലേക്ക് വന്ന് 12-ാമത്തെ വാക്യം പൗലോസ് തന്നെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു തൻ്റെ വിഷയത്തിൽ ഇടപെട്ട കാര്യം പറയുന്നുണ്ട്. യേശുക്രിസ്തു തൻ്റെ വിഷയത്തിൽ ഇടപെട്ട കാര്യം പറയുമ്പോൾ 1-ാം അധ്യായം 12-ാം വാക്യം, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്നെ കർത്താവെന്ന് വിശ്വസ്തനെന്നെണ്ണി. ഒരിക്കൽ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന കർത്താവ്, അങ്ങനെയാണത്. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പൗലോസ് സ്തുതിച്ചതിന്റെ 3 കാര്യങ്ങൾ പറയുന്നു. 1, എനിക്ക് അവൻ ശക്തി നൽകി. 2, അവൻ എന്നെ വിശ്വസ്തനെന്നെണ്ണി. 3, എന്നെ ശുശ്രൂഷയ്ക്കാക്കി വെച്ചു. പക്ഷേ ഇതിൽ പ്രയോറിറ്റി എന്തിനായിരുന്നെന്നറിയാമോ? വിശ്വസ്തനം നിണ്ണുന്നതിന് മുമ്പ്, ശുശ്രൂഷയ്ക്കാക്കി വെക്കുന്നതിന് മുമ്പ് ആദ്യം പൗലോസിന് യേശുക്രിസ്തു കൊടുത്തത് ശക്തിയാണ്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. സ്തോത്രം. വിശ്വസ്തനായി ജീവിക്കാൻ കഴിയണമെങ്കിൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കപ്പെടണമെങ്കിൽ, അപ്പോയിന്റ്മെന്റ് പ്രാപിക്കണമെങ്കിൽ ആദ്യം നിനക്ക് വേണ്ടത് ഒരു ശക്തീകരണമാണ്. സ്തോത്രം.
അത് ആത്മീക ശക്തീകരണത്തെ കുറിക്കുന്ന കാര്യമാണ്. ഭാഗ്യമായ ഒരു ശക്തിപ്പെടലിനെ കുറിച്ചല്ല പൗലോസ് ഈ ഭാഗത്ത് പറയുന്നത്. ഇതൊരു ആത്മീക വളർച്ചയുടെ തോതിലാണ് പൗലോസ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ കഴിയണമെങ്കിൽ, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ നിറവ് നമുക്ക് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ അകത്തൊരു ആത്മീക വളർച്ച, ഒരു ശക്തിപ്പെടൽ അത്യാവശ്യമാണ്. പ്രിയരെ, നാം ലോക മനുഷ്യരുടെ കൂടെ തന്നെ, ലോകക്കാരുടെ കൂടെ തന്നെ നമ്മളും വലിയ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളാണ്. സ്തോത്രം. ഇപ്പൊ കോവിഡ് വന്നപ്പോൾ ലോക മനുഷ്യൻ മാത്രമല്ല, നമ്മളും കഷ്ടത അനുഭവിച്ചു. സ്തോത്രം. ജോലിയിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, പല കാര്യങ്ങളിൽ നമ്മൾ സ്ട്രെസ്സും സ്ട്രഗിളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നവരാ. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. വിശ്വാസികൾ ഈ ലോകത്തിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ അവർ വീണുപോകാതെ, തകർന്നു പോകാതെ, വലഞ്ഞു പോകാതെ ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നിന്റെ അകത്തൊരു ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ശക്തിപ്പെടൽ അത്യാവശ്യമാണ്. സ്തോത്രം. നിന്റെ അകത്തെ മനുഷ്യനിൽ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശക്തിപ്പെടൽ അത്യാവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. സ്തോത്രം. അത് ഈ വാക്യങ്ങളെല്ലാം ക്രോഡീകരിച്ചു പഠിക്കുമ്പോൾ കൊരിന്ത്യ സഭയോട് ആത്മീക പക്വത പ്രാപിപ്പാൻ, പുരുഷത്വം പ്രാപിക്കുവാൻ ശക്തിപ്പെടൽ അത്യാവശ്യമാണെന്ന് പൗലോസ് പറഞ്ഞു. സ്തോത്രം. കൂടാതെ തിമത്തിയോസിനോട് പറയുന്നു, വചനമെന്ന ആത്മീക പോഷണത്താൽ നിനക്ക് ശക്തിപ്പെട്ടാലേ നിനക്കൊരു നല്ല ശുശ്രൂഷകനായിരിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. താൻ എങ്ങനെയാണ് അത് ശുശ്രൂഷയ്ക്കാക്കി വെക്കപ്പെട്ടതെന്നും താൻ എങ്ങനെയാണ് വിശ്വസ്തനായതെന്നും പൗലോസ് പറയുന്നു. യേശുക്രിസ്തു തന്നെ ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ്. സ്തോത്രം. കൂടാതെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ വാക്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത്, സ്തോത്രം, ഈ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമായ ഒരു കാര്യത്തെക്കുറിച്ചല്ല, പകരം നമ്മുടെ അകത്തെ മനുഷ്യനിലുള്ള ആത്മീക വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. അകത്തെ മനുഷ്യനുള്ള വളർച്ചയിലാണ് അവൻ ശക്തിപ്പെടേണ്ടതെന്നാണ് പരിശുദ്ധാത്മാവ്. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ഒരു രോഗം നിനക്ക് വരുമ്പോൾ, ക്യാൻസർ ആകട്ടെ, എന്തുമാകട്ടെ, ഒരു കനത്ത പ്രതിസന്ധി നിന്റെ വീട്ടിൽ വരുമ്പോൾ, ലോകമനുഷ്യൻ അതേപോലെ വിഷയങ്ങൾ വരുമ്പോൾ അവൻ പതറിപ്പോകും, അവൻ തകർന്നു പോകും. സ്തോത്രം. പക്ഷേ ആ ലോകമനുഷ്യന് വന്ന അതേ രോഗം, അതേ വിഷയം നിന്റെ വീട്ടിനകത്ത് വന്ന് നിന്നെ വേട്ടയാടാൻ വരുമ്പോൾ, ആ വിഷയത്തിന്റെ മുന്നിൽ ലോകമനുഷ്യൻ സമീപിച്ച സമീപനമല്ല നീ ചെയ്യേണ്ടത്. നീ ആ വിഷയത്തിന്റെ മുന്നിൽ അതിനെ ഒരു പുഞ്ചിരിയോടെ, അതേ വിഷയത്തെ ആത്മീക, അതേ ഒരു സമീപനത്തോടുകൂടെ, ഒരു ആത്മീകമായ ബലത്തിൽ നീ ആ വിഷയത്തെ സമീപിക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ എന്ത് സംഭവിക്കണം? നിന്റെ അകത്തെ മനുഷ്യൻ ആത്മീക വളർച്ച പ്രാപിച്ച് ശക്തിപ്പെടണം. സ്തോത്രം. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ജയം പ്രാപിക്കാൻ കഴിയൂ. സ്തോത്രം. ഞാൻ ഈ അടുത്ത കാലത്തൊരു സഹോദരനെ പരിചയപ്പെട്ടപ്പം അദ്ദേഹത്തിന് കോടികളുടെ കടമാണുള്ളത്. സ്തോത്രം. കോടികളുടെ കടമാണുള്ളത്. സ്തോത്രം. ആ മനുഷ്യനോട് ഞാൻ എൻ്റെ ചില ഞെരുക്കങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം ചിരിച്ചോണ്ട് പറഞ്ഞു, പാസ്റ്റർ അത്രയും ഞെരുക്കമല്ലേ ഉള്ളൂ, എനിക്ക് 1.5 കോടി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു നെഗറ്റീവ് പോലും ഇല്ല. ഞാനാണ് ആ സമയത്ത് തന്നെ 4-5 നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കി. അദ്ദേഹം എന്നോട് പറയാം, പാസ്റ്റർ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ മാറും, നമ്മുടെ ദൈവം ആരാ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവന്റെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണ്. അവൻ എന്നെക്കാട്ടിലും അവന്റെ ഇന്നർമാനിൽ ശക്തിപ്പെട്ട് നിൽക്കാൻ എനിക്ക് മനസ്സിലായി. സ്തോത്രം. എന്താ അതിന്റെ കാര്യം ചോദിച്ചാൽ, ലോക മനുഷ്യൻ 1.5 കോടിയുടെ കടം വന്നാൽ അവനൊരു കയറെ തീരും, അല്ലെങ്കിൽ വിഷക്കുപ്പിയെ തീരും. അതിന് സൊല്യൂഷൻ ഇല്ലെങ്കിൽ പിന്നെ അതാണ് അടുത്ത മാർഗം. പക്ഷേ അതേ വിഷയം അകത്തെ മനുഷ്യനിൽ വളർച്ച പ്രാപിച്ച് ശക്തിപ്പെട്ട ഒരുവനിൽ വരുമ്പോൾ അവനതിനെ സമീപിക്കുന്നത് ലോകമനുഷ്യനെ പോലല്ല. പിന്നെ അവനതിനെ സമീപിക്കുന്ന ഒരു നിറപുഞ്ചിരിയോടെ, ഈ വിഷയത്തിന്മീതെ ഞാൻ ജയം പ്രാപിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെയാണ് അവനതിനെ സമീപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് അത്യാവശ്യമായി നിങ്ങളിലെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ വളർച്ച പ്രാപിച്ച് ബലപ്പെടണം. നമുക്ക് മടങ്ങി എഫേസ്യ ലേഖനം 3 വരാം. ഇതാണ് എഫേസ്യ ലേഖനം 3:16 പറയുന്ന ഈ ശക്തിപ്പെടുക അല്ലെങ്കിൽ ശക്തിയോടെ ബലപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ചുള്ള വളർച്ചയിലുള്ള ശക്തിപ്പെടലാണ്. ഇത് മറന്നു പോകരുത്. ഇവിടെ
16-ാമത്തെ വാക്യം, എഫേസ്യർ 3:16 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു കാര്യം മാത്രം ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്തോത്രം, ഈ ശക്തിയുടെ സ്രോതസ് എന്താണ്? ശക്തിപ്പെടണമെങ്കിൽ ശക്തി വേണമല്ലോ. ഈ ശക്തിയുടെ സ്രോതസ് എന്താണ്? ദ സോഴ്സ് ഓഫ് പവർ. രണ്ടാമത്തേത്, ഈ ശക്തിയുടെ മുഖാന്തരം എന്താണ്? മൂന്നാമത്തേത്, ശക്തീകരിക്കപ്പെടേണ്ട മേഖല ഏതാണ്? ശക്തീകരണത്തിന്റെ മേഖല ഏതാണ്? 16-ാം വാക്യത്തിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. ശക്തിപ്പെടേണ്ടതിൻ്റെ അല്ലെങ്കിൽ ഈ ശക്തി ലഭിക്കുന്നതിൻ്റെ സ്രോതസ് എന്താണ്? ശക്തിയുടെ സ്രോതസ് എന്താണ്? 2, ശക്തിയുടെ മുഖാന്തരം എന്താണ്? 3, ശക്തീകരണത്തിന്റെ മേഖല, ശക്തീകരണം ആവശ്യമായ മേഖല ഏതാണ്? അതിൽ ആദ്യത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. ശക്തിയുടെ സ്രോതസ് എന്താണ്? സോഴ്സ് ഓഫ് പവർ. ശക്തിയുടെ സ്രോതസ് എന്താണ്? സ്തോത്രം. ഇവിടെ 16-ാം വാക്യം തുടങ്ങുന്നത് തന്നെ അവൻ എന്നുള്ള പദപ്രയോഗത്തിലാണ്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അവൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് കൊണ്ട് ഈ ശക്തിയുടെ സ്രോതസ് ദൈവമാണ് എന്നുള്ളതിൽ തർക്കമില്ല. ശക്തിയുടെ സ്രോതസ് ദൈവമാണ്. സ്തോത്രം. എന്താണ് ഇവിടെ വായിക്കുന്നത്? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം. അപ്പം ഒരു തർക്കവുമില്ല, ശക്തിയുടെ സ്രോതസ് ദൈവത്തിൽ നിന്നാണ്. സ്തോത്രം. ദൈവമാണ് നമ്മുടെ ശക്തിയുടെ സ്രോതസ്. അവൻ നിശ്ചയമായും നമുക്ക് ശക്തി നൽകും. സ്തോത്രം. ഒരിക്കൽ നിങ്ങൾ ഈ എഫേസ്യ ലേഖനം മാത്രം നിങ്ങളൊന്ന് വായിച്ചാൽ, എഫേസ്യ ലേഖനം മാത്രം വായിച്ചാൽ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള വിവിധ പരാമർശങ്ങൾ ഈ എഫേസ്യ ലേഖനത്തിൽ മാത്രമല്ല. നിങ്ങൾ ചുമ്മാ ഒരു പേപ്പർ എഴുതി വെച്ചിട്ട് ദൈവശക്തി എന്ന് എഴുതിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള വിവിധ പരാമർശങ്ങൾ എഫേസ്യ ലേഖനത്തിൽ മാത്രമായിട്ടുണ്ട്. നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 1-ാം അധ്യായത്തിൽ തന്നെ പൗലോസിന്റെ ആദ്യത്തെ പ്രാർത്ഥന, എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചാൽ 1-ാം അധ്യായം 16 മുതലാണ് പ്രാർത്ഥന. അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് ശക്തിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സ്തോത്രം. 1:18-19 എന്ന് പറഞ്ഞാൽ എഫെസോസിലെ വിശ്വാസികൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് 3 കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അതിൽ 3-ാമത്തെ കാര്യം ശ്രദ്ധിക്കുക. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. അവന്റെ അവന്റെ ബലത്തിന്റെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, അവന്റെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, അത് ശ്രദ്ധിക്കണം. അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അല്ലെങ്കിൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി ഇവിടെ 2 പറയുന്നു അവൻ്റെതാണ് ശക്തി. 18-ാം വാക്യത്തിൽ പറയുന്നു അവന്റെ ബലത്തിൽ, 19-ാം വാക്യത്തിൽ പറയുന്നു അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ ഈ അവന്റെ എന്നുള്ള ഈ 2 പ്രയോഗവും നമുക്ക് നൽകുന്ന സന്ദേശം, ഈ ദൈവശക്തിയുടെ സ്രോതസ് പിതാവായ ദൈവമാണ്. സ്തോത്രം. ദൈവശക്തിയുടെ സ്രോതസ് ദൈവത്തിൽ നിന്നാണ് നാം ഇത് പ്രാപിക്കുന്നത്. സ്തോത്രം. ഒരു കാര്യം അവിടെ വ്യക്തമാണ്, ഈ ശക്തിയെക്കുറിച്ച് നാം അറിയണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. പ്രിയരെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം, നമുക്ക് ഈ ശക്തിയെക്കുറിച്ചുള്ള അറിവുകേടുകൾ കൊണ്ടാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ പല വിഷയങ്ങളുടെ മുന്നിലും വരുമ്പോൾ ബലഹീനനായി വീണുപോകുന്നത്. എന്നാൽ നമുക്ക് വേണ്ടി ചലിക്കാൻ വേണ്ടി അയക്കുന്ന ഒരു ശക്തിയുടെ സ്രോതസ്സുള്ള ദൈവമാണ് നമുക്കുള്ളതെന്നുള്ള ആ അറിവ് നമ്മുടെ ഉള്ളത്തിൽ വെളിപ്പെട്ടു വരാൻ തുടങ്ങിയാൽ പിന്നെ നാം ഒന്നിനും ഭയപ്പെടത്തില്ല. കാരണം നമുക്കുറപ്പാണ്, അളവില്ലാത്ത ശക്തി നമുക്ക് വേണ്ടി അയക്കുന്ന, നമുക്ക് വേണ്ടി പകരുന്ന ഒരു അനവധി ശക്തിയുടെ സ്രോതസ്സുകളിൽ ഒരു ദൈവമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇന്ന് രാവിലെ എത്ര പേർക്ക് ആ ദൈവത്തിന് മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ട്? ഇത്രയും
ശക്തിയുടെ സ്രോതസ്സുള്ള ഒരു ദൈവം നിന്റെ കൂടെ നിൽക്കുമ്പോൾ നീ എന്തിനെയാ ഭയപ്പെടേണ്ടത്? സ്തോത്രം. നോക്കിക്കേ, ഇനി നിങ്ങൾ ആ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കിക്കേ. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പൗലോസ് അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. 3:7. അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. താൻ ശുശ്രൂഷ പ്രാപിച്ചതിനെ കുറിച്ച് പറയുക, തന്റെ വ്യക്തിപരമായ സാക്ഷ്യമായത്. എങ്ങനെയാ താൻ ശുശ്രൂഷക്കാരനായത്? പൗലോസ് പറയുന്നു, ഞാൻ ശുശ്രൂഷക്കാരനായത് എങ്ങനെയാണ്? ഏതെങ്കിലും സെമിനാരിൽ പോയി പഠിച്ചിട്ടല്ല. പിന്നെ എങ്ങനെയാ? സ്തോത്രം. അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം. സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഒരു സാധാരണ വിശ്വാസിയായിരിക്കുന്ന 4-3-7 വാക്യമേ നിനക്ക് അറിയത്തുള്ളെങ്കിൽ പോലും ആ ശക്തിയുടെ വ്യാപാരം നിന്നെ ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിയാൽ അസാധാരണ ശുശ്രൂഷയുടെ ലെവലിലേക്ക് ഈ ശക്തി നിന്നെ ഉയർത്തിയെടുക്കുമെന്നുള്ളതിൽ തർക്കമില്ല. കാരണം ഇത് അവന്റെ ശക്തിയാണ്. ഈ ശക്തിയുടെ സ്രോതസ് പിതാവായ ദൈവമാണ്. ഈ ശക്തിയുടെ സ്രോതസ് നാം സേവിക്കുന്ന ദൈവമാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നോക്കിയേ, നിങ്ങൾ ഓർക്കണം, ദൂതന്മാർ ശക്തന്മാരാണ്. ദൂതന്മാരുടെ ശക്തിയെക്കുറിച്ച് നമുക്കറിയാം. ഒരു ദൂതൻ അശൂർ പാളയത്തിൽ പോയിട്ട് വന്നപ്പം 1,85,000 എണ്ണത്തെ തീർത്ത് കളഞ്ഞു ഒറ്റ രാത്രി. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ശക്തിയുടെ ആ വ്യാപാരം എത്ര വലുതാ! ഇവിടെ പറയുന്നത് അവന്റെ ശക്തിയുടെ വ്യാപാരം എന്നാ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് വർക്കിംഗ് ഓഫ് ഹിസ് പവർ. അവന്റെ ശക്തിയുടെ വ്യാപാരം. ദൂതന്മാർക്ക് ഇത്ര ശക്തി ഉണ്ടെങ്കിൽ ദൂതനല്ല നിന്റെ ശക്തിയുടെ സ്രോതസ്. നിന്റെ ശക്തിയുടെ സ്രോതസ് ദൈവമാണ്. അവന്റെ ശക്തിയുടെ വ്യാപാരമാണ്. സ്തോത്രം. അപ്പോൾ ദൂതന്മാരുടെ ശക്തിയല്ല നിനക്ക് വേണ്ടി ചലിക്കുന്നത്. അളവില്ലാത്ത അത് അവന്റെ ശക്തിയുടെ വ്യാപാരമാണ് ചലിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണല്ലോ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു വിസ്താരവേളയിൽ നിൽക്കുമ്പോൾ, ക്രൂശീകരണത്തിന് മുമ്പ് വിസ്താരവേളയിൽ നിൽക്കുമ്പോൾ കയ്യഫാവിനോട് പറയുന്നൊരു ഭാഗമുണ്ട്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 64-ാം വാക്യത്തിൽ എന്താ പറയുന്നതെന്നറിയാം? കയ്യഫാവ് ഒരു ചോദ്യം ചോദിച്ചു 63-ാം വാക്യത്തിൽ. നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണോ? പറയുക എന്ന് ഞാൻ നിന്നോട് ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് കയ്യഫാവ് ഒരു ചോദ്യം ചോദിച്ചു. സ്തോത്രം. മറുപടി പറഞ്ഞു കേട്ടോ. യേശുവിന്റെ മറുപടി നോക്കി 64-ാം വാക്യം. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു. ഈ വാക്യത്തിൽ യേശുക്രിസ്തു പിതാവിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? സർവശക്തൻ. ഞാനതിനെ ഓൾമൈറ്റി എന്ന് പറയും, സർവശക്തൻ. പക്ഷെ ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞതാണ് ഓൾമൈറ്റി എന്ന്. ആ 64-ാമത്തെ വാക്യത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾ നോക്കിയാൽ അവിടെ ഓൾമൈറ്റി എന്നല്ല പറയുന്നത്, അവിടെ പവർ എന്നാണ് പറയുന്നത്. സ്തോത്രം. അവിടെ പവർ എന്നാണ് പറയുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തെ ആംഗലേയ ഭാഷയിൽ യേശു പരിചയപ്പെടുത്തിയത് ശക്തി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവൻ ശക്തിയുള്ള ദൈവമാണെന്ന്. സ്തോത്രം. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. യേശു പറയുന്നു, എൻ്റെ പിതാവ് സർവശക്തനാണെന്നുള്ളതിനേക്കാൾ എൻ്റെ പിതാവ് തന്നെ ശക്തിയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുമ്പോൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് മടങ്ങി വന്നിട്ട് ഒരു ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്രം. എഫേസ്യ ലേഖനം 3:16 പറയുന്ന ശക്തി, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ, അവിടെ പറയുന്ന ശക്തി, സ്തോത്രം, അതിനെ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ പരിശോധിച്ചാൽ ഡുനാമീസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഡുനാമീസ്. അതിന് ഇംഗ്ലീഷ് വേർഷനിലേക്ക് വരുമ്പോഴാണ് ഡൈനാമിക് എന്ന അർത്ഥത്തിലേക്ക് വരുന്നത്. എന്താണ് ഈ ഡുനാമീസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ഡൈനാമിക് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. ഒറ്റവാക്കി പറയാം, എക്സ്പ്ലോഷൻ പവർ. എന്താണ് എക്സ്പ്ലോഷൻ പവർ? ഈ പവറാണ് മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ 120 പേരുടെ മേൽ വന്നത്. അതുകൊണ്ടാണ് പത്രോസ് 3-ാം അധ്യായത്തിൽ മുടന്തനോട് പറഞ്ഞത്, ഞങ്ങളുടെ കണ്ണിലേക്ക് നോക്കാൻ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവൻ പത്രോസിന്റെയും യോഹന്നാന്റെ കണ്ണിലേക്ക് നോക്കിയതേ ഉള്ളൂ. പത്രോസിൽ നിന്നും യോഹന്നാനിൽ നിന്നും എക്സ്പ്ലോഷൻ പവർ അവനിലേക്ക് വ്യാപിച്ച് അവന്റെ അമ്മയുടെ ഗർഭം മുതലുള്ള കെട്ടുപൂട്ടി. സ്തോത്രം.
പുതിയ നിയമസഭയ്ക്ക് ആവശ്യമുള്ളത് ഈ ശക്തിയാണ്. ഇന്ന് രാവിലെ സമയം ദൈവാത്മ പറയുന്നു, 4 കൈയടിച്ച് 3 അന്യഭാഷ പറഞ്ഞ് നിർത്തുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. നീ നടന്നു പോകുമ്പോൾ, നീ ചിലരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ, നീ ചിലർക്ക് കൈ കൊടുക്കുമ്പോൾ, നീ ചിലരോട് സംസാരിക്കുമ്പോൾ, നിന്നിൽ നിന്ന് അവരിലേക്ക് കൈമാറ്റം ചെയ്യുന്ന, ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു ഡൂനാമിസ്, ഒരു ഡൈനാമിക്, ഒരു എക്സ്പ്ലോഷൻ പവർ, അത് ഗർഭം മുതലുള്ള ശാപത്തെ പൊട്ടിക്കുന്ന, ഗർഭം മുതലുള്ള ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയാൻ കപ്പാസിറ്റി ഉള്ള ഒരു എക്സ്പ്ലോഷൻ പവർ. ആ ശക്തി കൊണ്ടാണ് നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടത്. ആ ശക്തി കൊണ്ടാണ് നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടേണ്ടത്. ആ ശക്തിയുടെ സ്രോതസ്സാണ് പിതാവായ ദൈവം എന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഇതിനു വേണ്ടി ദാഹിക്കണം, നിങ്ങൾ ഇതിനു വേണ്ടി വാഞ്ചിക്കണം. സ്തോത്രം. ഈ ശക്തിയെക്കുറിച്ചുള്ള അറിവുകേടുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയം. ഈ ശക്തിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയ പിന്നെ സാത്താൻ നിങ്ങൾക്കൊരു വിഷയമേ അല്ല. ഈ ശക്തിയെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയ പിന്നെ ബന്ധനമോ മന്ത്രവാദമോ നിങ്ങൾക്കൊരു വിഷയം, നിങ്ങളുടെ ടോപ്പിക്കിൽ അത് വരത്തില്ല. സ്തോത്രം. പക്ഷെ ഈ ശക്തിയെക്കുറിച്ച് അറിയണം. അറിവുകേടാ പ്രശ്നം. അതുകൊണ്ടാണ് എഫേസ്യർ 1:19 പൗലോസ് പറയുന്നത്, ദൈവമേ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ഒരു ശക്തി ഉണ്ടെന്ന് ഇവരെ ഒന്ന് അറിയിക്കണമേ, ഇവർക്കൊന്ന് ബോധ്യമാക്കി കൊടുക്കണമെന്ന് പറയാൻ കാരണം, അതറിഞ്ഞാലേ, അത് ബോധ്യമായാലേ അകത്തെ കണ്ണു തുറക്കൂ, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടൂ, നിന്റെ ശുശ്രൂഷയുടെ റേഞ്ച് മാറത്തുള്ളൂ. ഇനി ഞാൻ അതിന്റെ ഒരു തെളിവ് പറയാം. പഴയ നിയമത്തിൽ ഒറ്റ തെളിവ് പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം, 2 കിങ്, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, സ്തോത്രം, 15, 16, 17 വാക്യങ്ങൾ. സ്തോത്രം. നമുക്കറിയാം, അരാം രാജാവും ഇസ്രായേലും തമ്മിലുള്ള പ്രതിസന്ധി നടക്കുക. അരാം രാജാവ് എന്ത് പ്ലാൻ ഒരുക്കിയാലും പ്രവചനാത്മാവിൽ ഏലിശ അതെല്ലാം പൊട്ടിച്ചു കളയുക. അവസാനം അരാം രാജാവ് തിരക്കി, ഇതെങ്ങനെ അവർക്ക് മനസ്സിലാകുന്നത്. അവർ പറഞ്ഞു, ഇങ്ങനൊരു പ്രവാചകൻ അവിടെ ഉണ്ട്. പ്രവാചകനെ പിടിക്കാൻ അരാം രാജാവ് സൈന്യത്തെ വിടുക. സ്തോത്രം. സൈന്യം വന്ന് പ്രവാചകനും ബാല്യക്കാരനും താമസിക്കുന്ന മല വളഞ്ഞു. 15-ാം വാക്യം നോക്കിയ, രാവിലെ അതെ ബാല്യക്കാരൻ എഴുന്നേറ്റ് ജനൽ തുറന്നു നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താ? ഒരു സൈന്യം മുഴുവൻ വന്ന് കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞു നിൽക്കുക. ബാല്യക്കാരൻ ഭയപ്പെട്ടു പോയി. പുള്ളി അവിടെ പറഞ്ഞൊരു പദമുണ്ട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന്. എന്താ അതിന്റെ അർത്ഥം അറിയോ? നമ്മുടെ ശുശ്രൂഷയും തീർന്നു, നമ്മുടെ പ്രവചനവും തീർന്നു, നമ്മുടെ വെളിപ്പാടും തീർന്നു, എല്ലാം തീർന്നു. അയ്യോ യജമാനനെ, എന്തോ ചെയ്യും. സ്തോത്രം. കാര്യം ഒരു സൈന്യം വളഞ്ഞു നിൽക്കുക. സ്തോത്രം. അതിന്റെ മറുപടി എന്താ പറഞ്ഞെന്നറിയോ? ഏലിശ പറയുക, അവരോട് കൂടെ ഉള്ളതിനേക്കാൾ നമ്മോട് കൂടെയുള്ള സൈന്യം വലുതാണ്. അവരോട് കൂടെ ഉള്ളതിനേക്കാൾ നമ്മോട് കൂടെ ഉള്ളവൻ വലുതാണ്. സ്തോത്രം. ആ 16-ാം വാക്യം പറയുന്നത് എക്സൈറ്റ് ആണ്. ആ വാക്യം വായിക്കാൻ എനിക്ക് പലപ്പോഴും. സ്തോത്രം. നീ പേടിക്കണ്ട, നമ്മോട് കൂടെ ഉള്ളവർ എന്നാ പറഞ്ഞേ. അപ്പൊ സൈന്യം തന്നെയാ, ദൈവത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. നമ്മോട് കൂടെ ഉള്ളവർ, നമ്മുടെ മല വളഞ്ഞു നിൽക്കുന്ന അരാം സൈന്യത്തെക്കാൾ നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. മാന്ത്രിക ശക്തികളോ താന്ത്രിക ശക്തികളോ അറബിക്കെട്ടുകളോ ഏതെല്ലാം ബന്ധനങ്ങൾ വന്നട്ടെ, നീ വാ തുറന്ന് പറ, സ്തോത്രം, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളതിനേക്കാൾ വലുതാണ്. സ്തോത്രം. നീ നിന്റെ വീട്ടിലിരിക്കുന്ന കസേര കാണുന്നുണ്ടോ? അത് ടൈം ടേബിൾ കാണുന്നുണ്ടെങ്കിൽ, അത് ദൃശ്യമാണെങ്കിൽ, ഒരു അദൃശ്യ ലോകമുണ്ട്, ഒരു അദൃശ്യ മണ്ഡലമുണ്ട്. ആ അദൃശ്യ മണ്ഡലത്തിൽ നിന്റെ കൂടെ നിൽക്കുന്നത് സാധാരണ സൈന്യമല്ല. നിന്റെ കൂടെ നിൽക്കുന്നത് വലിയ ഹെവൻലി ഏഞ്ചൽസുകളാണ്, വലിയ സോൾജിയേഴ്സായ ദൂതന്മാരുടെ സൈന്യമാണ്. സ്തോത്രം. അതാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്. ഇനി ഈ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച് 17-ാം വാക്യത്തിൽ, ഇതൊന്ന് കാണാൻ വേണ്ടി ബാല്യക്കാരന്റെ കണ്ണു തുറക്കാൻ ഏലിശ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ബാല്യക്കാരൻ ഒരു കാഴ്ച കണ്ടു. അഗ്നിമയമായ രഥങ്ങൾ, അഗ്നിമയമായ കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. കണ്ടോ? അപ്പൊ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. എന്താ അറിയോ?
നിനക്ക് ഈ ശക്തിയെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ, നിന്റെ പ്രൊട്ടക്ഷൻ വിങ്ങിനെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ നിന്റെ കണ്ണു തുറക്കപ്പെടണം. നിനക്ക് തിരിച്ചറിവുണ്ടാകണം, ബോധ്യമുണ്ടാകണം. ഇന്ന് രാവിലെ നീ രോഗിയാണോ? പേടിക്കണ്ട. നീ ഞെരുക്കം അനുഭവിക്കുന്നോ? ഭയപ്പെടണ്ട. ഏതെങ്കിലും സ്ട്രെസ് നിനക്കുണ്ടോ? പേടിക്കണ്ട. നിനക്കൊരു ഏഞ്ചലിക് വിസിറ്റേഷൻ വെളിപ്പെടാൻ പോകുകയാ. സ്തോത്രം. വ്യക്തിപരമായി എത്ര പേര് പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നു മുതൽ പ്രാർത്ഥിക്കുക, ദൈവമേ ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ. കർത്താവിനോട് പറയുന്നു, നിന്റെ ഓഫീസിനകത്തുള്ളവരെക്കാട്ടിലും നിന്റെ കൂടെ ഉള്ളവർ വലുതാണ്. സ്തോത്രം. അത് നിന്റെ വീട്ടിൽ നിന്റെ ചുറ്റുപാടുള്ളവരെക്കാട്ടിലും പൈശാചിക സൈന്യത്തെക്കാട്ടിലും നിന്റെ കൂടെ ഉള്ളവർ വലുതാണ്. നീ കാറിൽ സഞ്ചരിക്കുമ്പോൾ, നീ ശുശ്രൂഷിക്കുന്ന മേഖലകളിൽ അവിടെ നിൽക്കുന്ന സാത്താന്യ ഏജന്റുമാരെക്കാട്ടിലും നിന്റെ കൂടെ ഉള്ളവർ വലുതാണ്. ഇന്ന് രാവിലെ സമയം ഒന്ന് അറിയ, ദൈവശക്തി എത്ര വലുതാണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുക. ഈ ശക്തിയെക്കുറിച്ച് 1000 പ്രാവശ്യം പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ഈ ശക്തി എനിക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന്, എനിക്ക് വേണ്ടി ചലിക്കാൻ കഴിവുള്ള ഒരു ശക്തിയുള്ള ഒരു സ്രോതസ്സുള്ള ഒരു ദൈവം എനിക്കുണ്ടെന്ന് നിന്റെ അകത്തെ കണ്ണു തുറന്നാലേ മനസ്സിലാക്കാൻ കഴിയൂ. അത് മനസ്സിലാക്കണമെങ്കിൽ ആ അറിവ് പ്രാപിക്കണം. ആ അറിവ് എപ്പോൾ നിനക്ക് വെളിപ്പെടുമോ അപ്പോൾ മുതൽ നീ ജയം പ്രാപിക്കും. നോക്കിക്കേ, ആനയെ ഒരു പാപ്പാൻ തോട്ടിയും കൊണ്ട് കൊടുക്കുന്ന കാര്യം, ആനയ്ക്ക് ആനയുടെ ശക്തി അറിയത്തില്ല. എപ്പോൾ മുതൽ ആന തന്റെ ശക്തിയുടെ വലിപ്പം അറിയുന്നോ അപ്പോൾ മുതൽ പാപ്പാന്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പൈശാചിക തലങ്ങളെ നോക്കി അഭിഷേകമുള്ളവൻ, അനോയിന്റുള്ളവൻ വിളിച്ചു പറ, എന്റെ ശക്തി എന്നെ കളക്കാൻ കഴിയത്തില്ല. ഒരു പൗരോഹിത്യ ശക്തികൾക്കും ഒരു ഹൈന്ദവ ശക്തികൾക്കും ഒരു മാന്ത്രിക ശക്തികൾക്കും അളക്കാൻ കഴിയാത്ത ഒരു അസാധാരണകരമായ ശക്തി എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ശക്തി തരാൻ സ്രോതസ്സുള്ളൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. അവരോടുകൂടെ, എൻ്റെ ശത്രുക്കളുടെ കൂടെ ഉള്ളതിനേക്കാൾ വലിയ ഒരു സൈന്യം എൻ്റെ കൂടെ നിൽക്കുന്നു. ഞാൻ ശക്തനാണെന്ന് നീ മനസ്സിലാക്കുക. ആ അറിവിൽ നിന്നാണ്, ആ ബോധ്യത്തിൽ നിന്നാണ് നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ പോകുന്നത്. സ്തോത്രം. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഈ ശക്തി എവിടുന്നാ നിനക്ക് തരുന്നതെന്നറിയാമോ? എവിടുന്നാ തരുന്നേ? സ്തോത്രം. എഫെസ്യ ലേഖനം 3:16 ഈ ശക്തി എവിടുന്നാ നിനക്ക് തരുന്നത്? സ്തോത്രം. അവിടെ വ്യക്തമായി പറയുന്നു, അവൻ തൻ്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം. അപ്പൊ ഈ ശക്തി എവിടുന്നാ വരുന്നതെന്നറിയാമോ? സ്തോത്രം. ഈ ശക്തി എവിടുന്നാ നിനക്ക് തരുന്നത്? സ്രോതസ് ദൈവമാണ്. ഈ ശക്തി എവിടുന്നാ തരുന്നത്? അവൻ തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. അവൻ, ദൈവം തൻ്റെ ധനത്തിൽ നിന്ന് എടുത്തു തരികയല്ല. ആണെങ്കിൽ തീർന്നു പോകാമല്ലോ ധനം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം ധനത്തിൽ എന്നല്ല പറയുന്നത്, മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. എന്താ അതിന്റെ അർത്ഥം? സ്തോത്രം. അളവില്ലാത്ത നിലയിൽ. ദൈവത്തിന്റെ ധനം ഒരിക്കലും തീരുന്നില്ല. ഇത് വെറും ധനമല്ല, മഹത്വത്തിന്റെ ധനമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നിനക്ക് എത്ര ശക്തി തന്നാലും അവന്റെ സ്രോതസ്സിലെ ശക്തി തീരത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അളവില്ലാത്ത നിലയിൽ, അളവില്ലാത്ത നിലയിൽ, സുഭിക്ഷമായ രീതിയിൽ നിനക്ക് ശക്തി തരാൻ സ്രോതസ്സുള്ളൊരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനമാണെന്നാണ് എൻ്റെ ഓർമ്മ, അത് അളവ് കൂടാതെ ആത്മാവിനെ തരുമെന്നൊരു പദമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയം സുഭിക്ഷമായി നിന്റെ രോഗശൈലിയിൽ നിന്നെ താങ്ങുവാൻ, ഞെരുക്കത്തിൽ വിശാലത വരുത്തുവാൻ, ശാപത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ, ബന്ധനത്തിൽ നിന്ന് കെട്ടുകൾ പൊട്ടിക്കാൻ, സുഭിക്ഷമായ രീതിയിൽ അളവില്ലാതെ ശക്തി തരുവാൻ, തൻ്റെ മഹത്വത്തിന്റെ ധനവുമായി നിനക്ക് ശക്തിയുടെ സ്രോതസ് നൽകി തരുവാൻ ഇന്ന് രാവിലെ നമ്മുടെ ദൈവം എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ രാവിലെ സമയം എത്ര പേർക്ക് തിരിച്ചറിവുണ്ടാകുന്നു? ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ വാഞ്ചിക്കണം ആ ശക്തിക്ക് വേണ്ടി. ആ ശക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ശക്തിക്ക് വേണ്ടി നിങ്ങൾ കൊതിക്കണം. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം. നാളെ നമ്മൾ ആ ശക്തിയുടെ മുഖാന്തരത്തെ കുറിച്ച് പഠിക്കും. ഇന്ന് ശക്തിയുടെ സ്രോതസ്സിനെ കുറിച്ചാണ് ചിന്തിച്ചത്. പ്രാർത്ഥിക്കാം, തലകൾ വണക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അങ്ങയുടെ എല്ലാ നിറവിലും ഞങ്ങൾ നിറഞ്ഞവരാകണമെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ ഒരു ശക്തീകരണം ആവശ്യമാണ്. ഞങ്ങളുടെ ആത്മീക വളർച്ചയ്ക്കൊരു ശക്തീകരണം ആവശ്യമാണ്. അതിന് ഞങ്ങൾക്ക് ശക്തി നൽകുന്ന സ്രോതസ്സായി പിതാവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ആ ശക്തിയുടെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞങ്ങൾ അതിനെ ബോധ്യമാക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലെ ഭയം മാറുന്നു, നിരാശ മാറുന്നു. ഞങ്ങൾ
അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണ്. ആ ശക്തിയെക്കുറിച്ച്, അതിന്റെ സ്രോതസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണ്. ഈ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളെ തുറന്നു കൊടുക്കണമേ. അവരുടെ ഉള്ളത്തിൽ ആ ബോധം നൽകി കൊടുക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കും. ഈ പകൽ ആ ശക്തിയുടെ കൂടെ സഞ്ചരിക്കുന്ന പകലാക്കി അങ്ങ് തീർക്കും. എല്ലാ മഹത്വം കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം. നന്ദി. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഓൾ.